മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ഭക്തിപൂർവ്വം ആചരിക്കുന്ന മെയ് മാസത്തിൻ്റെ ചൈതന്യത്തിൽ എല്ലാ ശാലോം പ്രേക്ഷകരെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയുടെ അതേ സാന്നിധ്യം ഇന്നും ജീവിതത്തിൽ ഊഷ്മളതയോടെ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഒരു നഴ്സിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മോനെ, അമ്മ ഒരുപാട് ശ്രമിച്ചു, കിട്ടിയില്ലടാ. അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഫിലോ ആൻറ്റി ഇല്ലേ, പെട്ടെന്ന് ആൻറ്റിക്ക് സുഖമില്ലാണ്ടായി. അങ്ങനെ അമ്മയുടെ ലീവ് ക്യാൻസലായിടാ. അല്ലാതെ അമ്മ മോനെ വേദനിപ്പിക്കാൻ ചെയ്തല്ല കേട്ടോ. അതേടാ. മോൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മോൻ പറയുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. മോൻ്റെ എക്സാം ടൈമിൽ മോൻ്റെ കൂടെ വരണമെന്നും മോൻ്റെ കൂടെ ആയിരിക്കണമെന്നും അമ്മ ഒത്തിരി ആഗ്രഹിച്ചു. എല്ലാം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കുഞ്ഞ് വിഷമിക്കാതെ, അമ്മ നന്നായി പ്രാർത്ഥിച്ചോളാം. സിനിയാൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞെത്തി. മോനിപ്പോൾ ഒന്നും ഓർക്കണ്ട, നന്നായിരുന്ന് പഠിക്കേ. അമ്മ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ. എന്താ അമ്മയും മോനും ഒരു കരച്ചിലും പിഴിച്ചിലും? എൻ്റെ ഷീല ചേച്ചി, ഈ 10ാം ക്ലാസ് പരീക്ഷയാണ് വലിയ കാര്യം. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ദേ, നമ്മൾ അമ്മമാരിങ്ങനെ കരഞ്ഞിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് എന്തുമാത്രം സങ്കടപ്പെടുത്തും. അതല്ല കൊച്ചേ, നിനക്കറിയാലോ, അവൻ പഠിത്തത്തിൽ അല്പം പുറകില്ല. അവൻ്റെ കൂടെയുള്ളവരൊക്കെ വലിയ പഠിത്തക്കാരാ. ഹോസ്റ്റൽ ഫുഡൊന്നും അവന് ഇഷ്ടമല്ല. എൻ്റെ കൂടെയുള്ള ഫിലോ സിക്കായി. അങ്ങനെ എൻ്റെ ലീവ് പോയി. അതൊരു നന്മയില്ലേ ചേച്ചി? ഈ നന്മ ദൈവസന്നിധിയിൽ എത്തപ്പെടും. ചേച്ചി ദൈവം അനുഗ്രഹിക്കും. ഒക്കെ ശരിയാ. മോൻ്റെ കാര്യം ഓർക്കുമ്പോൾ ചങ്ക് തകരുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ധൈര്യമായിരുന്നേനെ. ആഹാ, ഇത്ര ദൈവവിശ്വാസം ഷീല ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? ഈശോ നമുക്ക് തന്ന ഒരു അമ്മയില്ലേ, പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ സംരക്ഷണം നമ്മൾ അമ്മമാർക്ക് നൽകാൻ കഴിയുമോ? മോനോട് പറയണം ജപമാല ചൊല്ലി എന്നും പ്രാർത്ഥിക്കുവാൻ. പരിശുദ്ധ അമ്മ അവന് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കും. അവനെ തൻ്റെ നീല അങ്കികളിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊള്ളും. ഇത് നോക്കി ചേച്ചി, ഞാൻ അവനെ ഇപ്പോൾ പിടിച്ചു തരാം. ശരി? ഞാനീ പറയുന്നതെല്ലാം ചേച്ചി അവനോട് സംസാരിക്കണം. പരിശുദ്ധ അമ്മ കാവലാലെന്ന് അവനോട് പറയണം. ഹലോ, ഇത് സെൻറ് തോമസ് ഹോസ്റ്റലല്ലേ? അവിടെ 10th പഠിക്കുന്ന ജോയൽ അലക്സിനെ ഒന്ന് കിട്ടുമോ? അവൻ്റെ ആൻറ്റിയാണ്. ശരി, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചേച്ചി അവനെ ധൈര്യപ്പെടുത്തണം. പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന് അവനെ ഓർമ്മപ്പെടുത്തുകയും വേണം. ഹലോ ജോയലൂട്ടാ, അമ്മ ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനാണ് മോനെ വിളിച്ചത്. അമ്മ അവിടെ ഇല്ലെങ്കിലും മോൻ ഈശോയുടെ അമ്മ സംരക്ഷണത്തിനുണ്ട്. പരിശുദ്ധ അമ്മ. മോൻ എന്നും പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അമ്മ ഇവിടെ ഇരുന്ന് മോന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അമ്മയ്ക്ക് ഉറപ്പാണ് മോന് ഫൈനൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടുമെന്ന്. പരിശുദ്ധ അമ്മ മോനെ സംരക്ഷിക്കും. അമ്മ പിന്നെ വിളിക്കാടെ മോനെ. ഓക്കെ, ബൈ.
അവിടെ ഇല്ലെങ്കിലും മോൻ ഈശോയുടെ അമ്മ സംരക്ഷണത്തിനുണ്ട്, പരിശുദ്ധ അമ്മ. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ ദുഃഖവും നിരാശയുമായി കരച്ചിലിൽ അഭയം പ്രാപിക്കുന്നവരാവാറുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുന്നവർ വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, നാട്ടിലായിരുന്ന ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ എത്ര വലിയ അത്ഭുതമാണ് നടന്നത്, അല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഒരു മാതൃകയാക്കാം. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട വൈദികരിലൂടെയും നമ്മുടെ കൂട്ടുകാരായ നഴ്സുമാരിലൂടെയും പരിശുദ്ധ അമ്മയെപ്പറ്റി കൂടുതൽ ശ്രവിക്കാം. എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. നിങ്ങളുടെ ശുശ്രൂഷ ഒരു മരിയൻ ശുശ്രൂഷയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിൽ വരുന്ന ചിത്രം ഐൻകരമിലെ ചിത്രമാണ്. വൃദ്ധയായ എലിസബത്ത്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾക്ക് ഇപ്പോൾ 6-ാം മാസമാണ് എന്ന്. 6-ാം മാസം ആയിരിക്കുന്ന എലീശു അമ്മയെ ശുശ്രൂഷിക്കാനായി മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എൻ സ്പൂദേ എന്നാണ് ഗ്രീക്ക് മൂലത്തിൽ. എൻ സ്പൂദേ, തിടുക്കത്തിൽ. അല്ല അമ്മേ, എത്ര തിടുക്കത്തിൽ പോയാലും താണ്ടേണ്ട ദൂരം താണ്ടാതിരിക്കാനാവുമോ? ഈ തിടുക്കം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ തിടുക്കമാണ്, സ്നേഹത്തിൻ്റെ തിടുക്കമാണ്, ശുശ്രൂഷ ചെയ്യാനുള്ള ആ വലിയ ത്വരയുടെ തിടുക്കമാണ്. നിങ്ങളുടെ ഹൃദയത്തിലും പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഈ തിടുക്കം ശക്തമായി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എലീശാമ്മയുടെ പക്കലേക്ക് പരിശുദ്ധ അമ്മ താണ്ടിയ 167 കിലോമീറ്റർ ദൂരം ഓരോ നഴ്സിൻ്റെയും സ്വന്തം ദൂരമാണ്. ഓരോ നഴ്സിൻ്റെയും സ്വന്തം ദൂരം 167 കിലോമീറ്റർ ദൂരം. നസ്രത്ത് മുതൽ ഐൻകരം വരെയുള്ള ദൂരം. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷ ഒന്ന് മാത്രം. 3 മാസം വരെ ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷകളുടെ എല്ലാം മുഖ്യ ശുശ്രൂഷ എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ചെന്നപാടെ സംഭവിക്കുകയും ചെയ്തു. ഷലോം ലാഖ് എലിഷേവ, എലിസബത്തെ നിനക്ക് സമാധാനം. ഒരുപക്ഷെ ഇതായിരിക്കാം അന്നമ്മ പറഞ്ഞത്. അഭിവാദനം ചെയ്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അഭിവാദനം ചെയ്തു. എലീശാമ്മയെ ശുശ്രൂഷിക്കാനായി കടന്നു ചെന്ന മറിയം ഒരഭിവാദനം കൊണ്ട് ചെയ്ത ശുശ്രൂഷ, ആ ശുശ്രൂഷയാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ശാരീരികമായ ശുശ്രൂഷ ആവശ്യമുള്ളവളുടെ അടുത്തേക്ക് മറിയം ചെന്നപ്പോൾ അവിടെ അത് തീർച്ചയായും സംഭവിച്ചു. എന്നാൽ അതിനുമപ്പുറം ആത്മാവിൻ്റെ ശുശ്രൂഷയും സംഭവിച്ചു. ഒരഭിവാദനം കൊണ്ട് എലീശാമ്മയുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്നാണ്. ആത്മാവിനാൽ പൂരിതനായി എന്നു തന്നെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ മാലാഖ സഖറിയായോട് പറഞ്ഞിരുന്നു, അവൻ അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകും. സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള പ്രവചനമാണത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകുന്ന ആ കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തിയായത് എപ്പോഴാ? നേഴ്സായ മറിയം കടന്നു വന്നപ്പോൾ, ശുശ്രൂഷയ്ക്കായി മറിയം കടന്നു വന്നപ്പോൾ അവിടെ വലിയ ആത്മാഭിഷേകമുണ്ടായി. കുഞ്ഞ് ആത്മാവിനാൽ നിറഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി. ഇനി കുഞ്ഞു മാത്രമല്ല, ഏലീശാമ്മയും ആത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു, എൻ്റെ അമ്മ, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്? നിന്റെ പകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും പരിശുദ്ധ അമ്മയെ അമ്മയായി നൽകിയപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പരിശുദ്ധ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയായി ഞാൻ സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, നിൻ്റെ ഈ ദുഃഖങ്ങൾക്കും നിൻ്റെ ഈ പ്രയാസങ്ങൾക്കുമുള്ള ഏക ഉത്തരം പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണെന്ന്. അമ്മച്ചി പറഞ്ഞു, ഞാൻ നിനക്ക് അമ്മയാണെങ്കിലും നിൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ പരിശുദ്ധ അമ്മയാണെന്ന്. പരിശുദ്ധ അമ്മയെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സ്വന്തം അമ്മയായി കാണാനുള്ള ഒരു പുതിയ കാഴ്ച അമ്മച്ചിയുടെ ആ ഒരു വാക്കുകൾ എനിക്ക് നൽകുകയായിരുന്നു. അതിനുശേഷം ജപമാല ചൊല്ലി, ഞങ്ങൾ നേരത്തെയൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ജീവിത അനുഭവത്തിന് ശേഷം എനിക്ക് പരിശുദ്ധ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയായി കണ്ട് ആ ഒരു സ്നേഹത്തിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന വണ്ണം ജപമാലയിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം എനിക്കൊരു ജോലി ലഭിക്കുന്ന സമയങ്ങളിലും ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയങ്ങളിലുമൊക്കെ പല വാതിലുകളും എൻ്റെ മുന്നിൽ അടയപ്പെട്ടപ്പോഴും ആ ജപമാലയിൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള ശക്തി ജപമാലയിലുള്ള പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ ശക്തിയിലൂടെ എനിക്ക് ലഭിച്ചു. ജോലിയൊക്കെ ലഭിച്ചതിന് ശേഷം ഒരു ബാച്ചിലർ ലൈഫ് പോലെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ സിനിമയിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഖ്യമായ സമയവും ഞാൻ ചിലവിടുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന് തന്നെ കാരണമായി എന്ന് പറയാം. കാരണം മിനിസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വന്നതിന് ശേഷം ജീവിതത്തിലെ 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണം എന്നൊരു വലിയ ബോധ്യം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തതുപോലെ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തെങ്കിൽ എൻ്റെ ജീവിതത്തിലും 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണമെന്നൊരു വലിയ ബോധ്യം നേഴ്സസ് മിനിസ്ട്രിയിലെ പ്രാർത്ഥനയിലൂടെ കടന്നു പോയപ്പോൾ എനിക്കുണ്ടായി. ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒട്ടേറെ ജപമാല ചൊല്ലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയൊരു ബോധ്യം അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകി.
സെപ്റ്റംബർ 1 തുടങ്ങി 8 വരെയുള്ള അഖണ്ഡ ജപമാലയും എല്ലാ മാസം 13-ാം തീയതി നടക്കുന്ന 24 മണിക്കൂറുള്ള അഖണ്ഡ ജപമാലയിലുമൊക്കെ പങ്കെടുക്കുവാനായിട്ട് മാതാവിനോടുള്ള ഒരു സ്നേഹം എനിക്കൊരു പ്രചോദനമായി. എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുമൊക്കെ അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ ദുഃഖങ്ങൾ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനം ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഒരു വലിയ സ്നേഹത്തിൽ നിന്ന് എനിക്കുണ്ടായി. ഞങ്ങൾ സ്ഥിരമായി പോകുന്ന ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിന് മുറ്റത്ത് മനോഹരമായൊരു മാതാവിൻ്റെ ഗ്രോട്ടോയുണ്ട്. ആ ഗ്രോട്ടോയുടെ മുൻപിൽ മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകൾ പോലും വെറുതെയായി പോയിട്ടില്ല എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബ്രദറിൻലോയെ ജോലി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വിസിറ്റിങ്ങിന് വേണ്ടി ഇവിടെ ദുബൈയിലേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ മാസം 13-ാം തീയതി ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഈ ജപമാലയിൽ പങ്കെടുത്തു. അതിനുശേഷം കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചു. ഇൻ്റർവ്യൂ അവൻ അറ്റൻഡ് ചെയ്തു. അവൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അവന് ഇന്നിപ്പോൾ ജോലിയിലായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിക്ക് ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് പ്രശ്നങ്ങളായാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് യാത്രയാകാം. ഈശോ നമ്മളെയെല്ലാം വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്റെ പകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. പ്രൈസ് ദ ലോർഡ്. ഞാൻ മാതാവുമായി ചേർന്നിരുന്നപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഞാൻ ഡെലിവറി റൂമിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒത്തിരി തിരക്കുണ്ട്, ഒത്തിരി പേഷ്യൻസ് വരാറുണ്ട്. അവിടെ ഞങ്ങൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് റെക്കോർഡ് ചെയ്യാൻ ഒരു CT എന്ന മെഷീനുണ്ട്. അതിൽ ബേബിയുടെ ഹാർട്ട് ബീറ്റ് റെക്കോർഡ് ചെയ്യാറുണ്ട്. നോർമൽ ബീറ്റ് 120 to 160 ആണ്. അത് ചിലപ്പം ബേബിക്ക് എന്തെങ്കിലും അസ്വസ്ഥപ്പെടുമ്പോൾ താഴെ വരാറുണ്ട്. അത് ചിലപ്പം 20, 40 അങ്ങനെ വരാറുണ്ട്. ആ നേരത്ത് ഞാൻ മാതാവിനെ വിളിച്ച് അപേക്ഷിക്കാറുണ്ട്. 3 നന്മറിഞ്ഞ ഒരു പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത് ജത്രൂത്തിൻ്റെ ബുക്കിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലാറുണ്ട്. അത് ക്രിസ്ത്യൻ പേഷ്യൻസാണ്, അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളും ചൊല്ല് എന്ന്. അങ്ങനെ 3 നന്മറിഞ്ഞ് ചെല്ലുമ്പം അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ കാണാറുണ്ട് ഈ ഹാർട്ട് ബീറ്റ് പൊങ്ങി വരുന്നതും ആ രോഗികളും സുഖമായി പ്രസവിച്ച് പോകുന്നതും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ 3 നന്മറിഞ്ഞ ജപം ചൊല്ലാറുണ്ട്. അതിൻ്റെ ശക്തി സ്വർഗം തുറക്കപ്പെടുമെന്നാണ് ജത്രൂത്തിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതുമാതിരി പല പ്രാർത്ഥനകളും മാതാവിൻ്റെ ഞാൻ ചൊല്ലാറുണ്ട്. പേഷ്യൻസിന് വേണ്ടി സ്പെഷ്യലി ചെല്ലുമ്പോൾ അതിൻ്റെ ഫലം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അനുഭവവും മാതാവിൻ്റെ സാന്നിധ്യവും ഞാൻ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ഡെലിവറി ഒന്നും ആകാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു സിസ്റ്ററെ, എനിക്ക് ഡെലിവറി ആയില്ല, അവർ സിസേറിനാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എത്രയും തള്ള മാതാവേ എന്ന പ്രാർത്ഥന നീ ചെല്ല്, 51 ദിവസം ചെല്ലാൻ പറഞ്ഞു. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും എനിക്ക് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ആ മകള്, ഞാനെന്നൊരു ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി. ആ മകള് സുഖപ്രസവം ആയെന്ന് പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞു. ഒരു ദിവസം പള്ളി വെച്ച് ആ മകൾ എന്നെ കണ്ടപ്പം സിസ്റ്ററെ സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ അവളെ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ആ മകൾ പറഞ്ഞു, സിസ്റ്റർ അന്ന് എന്നോട് പറഞ്ഞു എത്രയും നല്ല മാതാവേ പ്രാർത്ഥന ചൊല്ലിയാൽ പെട്ടെന്ന് പ്രസവിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ അതുമാതിരി ചൊല്ലിയായി. എന്നിട്ട് ഞാൻ നോർമൽ ഡെലിവറിയായി. എൻ്റെ ബേബിയുടെ വെയിറ്റ് 4 kg 200 ആയിരുന്നു. സിസേറിന് വെച്ചതായിരുന്നു. ബട്ട് ഈശോ മാതാവ് എന്നെ ഒത്തിരി രക്ഷിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ ഒത്തിരി മനസ്സിലാക്കി. അതുമാതിരി മക്കളോടാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും, മാതാവ് നമ്മുടെ അമ്മയാണ്, സ്വർഗീയ അമ്മയാണ്. ഞാൻ ഈ തൽക്കാലത്തുള്ള അമ്മയാണ്. എൻ്റെ ജീവിതം കുറച്ച് നാളുള്ളൂ. ബട്ട് നിങ്ങൾ മാതാവിനോട് ചേർന്നിരുന്നാൽ, സ്വർഗീയ അമ്മയെ മുറുകെ പിടിച്ചാൽ
നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അമ്മയോട് ചോദിക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്കും വലിയ ഇഷ്ടമാണ് മാതാവിനെ പറ്റി പറയുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒത്തിരി ഇഷ്ടമാണ്. അതുമാതിരി മഹത്വപൂർണ്ണ എന്ന സ്വർണ്ണരാജ്ഞി ഒരു പ്രാർത്ഥനയുണ്ട്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലാറുണ്ട്. അതിൻ്റെ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മാതാവ് മാലാഖമാരയച്ച് നമ്മളെ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോൾ എനിക്ക് ഒത്തിരി സഹായം മാതാവിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ കിച്ചണിൽ പോയി ജോലി ചെയ്യുമ്പോഴും എനിക്കൊരു സ്വന്തക്കാർ വരുവാന്ന് പറഞ്ഞപ്പം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിട്ട് കിച്ചണിൽ കയറി ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാൻ മാതാവും മാലാഖമാരും എന്നെ സഹായിച്ചു. 1 മണിക്കൂർ കൊണ്ട് ഞാൻ 3-4 കറികൾ ഉണ്ടാക്കാനും അവരെ റെഡിയായിട്ട് വരവേൽക്കാനുമുള്ള എനിക്ക് ഒരവസരം തന്നു. അപ്പം മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവിനെ എന്നും വിളിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്, എൻ്റെ കൂടെ വരണമേ അമ്മയെന്ന്. അപ്പം ഒരു ചേച്ചി, ഒരു സഹോദരി, മാതാവിനെ വിഷനായി കാണുന്ന ആ സഹോദരി പറഞ്ഞു, ആലിസേ, ഒരു ദിവസം ഞാൻ മാതാവിനെ നിൻ്റെ കൂടെ കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി സന്തോഷവും സങ്കടവും എനിക്ക് ഒത്തിരി വന്നു. ഞാൻ ഒത്തിരി നേരം കരഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവിനെ ചുമ്മാ വിളിക്കുമ്പോഴും മാതാവ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പം ശരിക്കും മാതാവ് പറഞ്ഞത് അനുസരിച്ച് മാതാവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചാൽ നമ്മുടെ കൂടെ മാതാവ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും മാതാവ് നമ്മളോട് ഇടപെടുമെന്ന് എനിക്ക് മനസ്സിലായി. മഹത്വപൂർണ്ണ എന്ന സ്വർണ്ണരാജ്ഞി എന്ന പ്രാർത്ഥന ഞാൻ ഇവിടെ ചൊല്ലിത്തരാം. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ശരിക്കും മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: മഹത്വപൂർണ്ണയ സ്വർണ്ണരാജ്ഞി, മാലാമാരുടെ നാഥേ, പിശാചിൻ്റെ തല താർക്കാനുള്ള ശക്തി അങ്ങേക്കുണ്ടല്ലോ, അതിനുള്ള കൽപ്പന അങ്ങേക്കുണ്ടല്ലോ. ആകയാൽ ഞങ്ങളുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമേ എന്ന് വിനയപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരങ്ങ് കൽപ്പന അനുസരിച്ച് അങ്ങ് ശക്തിയാലും നരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ചോടിച്ച് നരാതള്ളിക്കളയട്ടെ. ദൈവത്തെപ്പോലെ ആരുണ്ട്? മാലാമാരെ, മുഖ്യദൂതന്മാരെ കാത്തു രക്ഷിക്കണമേ. കരുണയുള്ള നല്ല അമ്മേ, അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും. ദൈവമാതാവേ, മാലാമാരയച്ച് ദുഷ്ടാരികൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. നിന്റെ പകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം ചെറുപ്പകാലം മുതലേ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളേവരോടും അമ്മയോട് എനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചെറുപ്പം മുതലേ മാതാവിനോടുള്ള സ്നേഹം വളർത്തിയെടുത്തത് എൻ്റെ വല്യമ്മച്ചിയാണ്. സ്കൂളിലേക്ക് ഇറങ്ങുമ്പോഴും മറ്റെവിടേക്ക് യാത്ര പുറപ്പെടുമ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് വല്യമ്മച്ചി പറയുകയും അതുപോലെ പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കണ്ണോത്ത് സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ അംഗമാണ്. കണ്ണോത്ത് അമ്മ എന്നാണ് ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാവരും അമ്മയെ വിളിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും കണ്ണോത്തമ്മ എന്നുള്ള വിളിക്ക് ഒരു ഉത്തരം തൽക്ഷണം കിട്ടാറുണ്ട്. അതൊരു വലിയ അനുഭവവും വലിയൊരു സന്തോഷവുമാണ്. ഇപ്പോഴും അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണോത്തമ്മയാണ് ഓർക്കാറുള്ളത്. സ്കൂളിൽ പോകുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും എല്ലാം അമ്മയെ നോക്കി സംസാരിച്ച് പ്രാർത്ഥിച്ചു പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അതേപോലെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴും അമ്മയുടെ ചിരിക്കുന്ന മുഖം നോക്കി സന്തോഷത്തോടെ അമ്മയോട് സംസാരിച്ചുകൊണ്ട് കയറിപ്പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഏറെ സന്തോഷം തോന്നിയത് പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേവാലയവും മാതാവിൻ്റെ നാമധേയത്തിലുള്ളതാണ്. കുറേ നേരം ഗ്രോട്ടോയിലുള്ള മാതാവിൻ്റെ അടുത്ത് പോയിട്ട് നിന്ന് സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാ വിഷമങ്ങളും പറയുകയും, പ്രത്യേകിച്ച് ഒത്തിരി ഹോംസിക്ക് വീട്ടിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. പ്രത്യേകിച്ച് സഹോദരങ്ങളൊക്കെ ഇളയതായതുകൊണ്ട് അവരെയൊക്കെ പിരിഞ്ഞതിൻ്റെ വിഷമമുണ്ട്. അപ്പോൾ അതെല്ലാം മാതാവിനോട് പോയി നിന്ന് പറയും. കുർബാനയ്ക്ക് ശേഷം മുറ്റത്ത് നിന്ന് മാതാവിനോട് സംസാരിച്ച് അവരെയൊക്കെ ഭരമേൽപ്പിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നൊരു പതിവുണ്ട്. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ അമ്മയെയും ഒക്കെ ഇടതും വലതും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടാണ് പരീക്ഷ എഴുതാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത്. പലപ്പോഴും നമ്മൾ പല പ്രാർത്ഥനകളും മനസ്സുപോലും അറിയാതെ ഉരുവിടുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഞാൻ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ, എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം തേടിയവരിൽ
ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യം, ഒരു വലിയ സ്നേഹം, ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്ന് മാതാവിനെ ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനും ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളൊരു വലിയ ധൈര്യം, ഒരു വലിയ വിശ്വാസവും എനിക്കുണ്ട്. അങ്ങനെ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും മാതാവിനോട് മാധ്യസ്ഥം ചോദിച്ച എല്ലാ വിഷയങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇതാണ്, മാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കാൻ മടി കൂടാതെ സ്നേഹത്തോടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളും തയ്യാറാവണം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി അവളുടെ ഡെലിവറിയുടെ ഡേറ്റ് ആയപ്പോൾ ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയും അവൾ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ബാത്റൂമിൽ തെന്നി വീഴാനിടയായി. വീണ ശേഷം ആളുടെ വയറെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു. ബേബിയുടെ പൊസിഷനെല്ലാം മാറി. കണ്ടപ്പോൾ ഞാൻ നേഴ്സാണെങ്കിലും എനിക്ക് കണ്ടപ്പോൾ വല്ലാത്ത പേടി തോന്നി. എന്താ ചെയ്യേണ്ടതെന്നൊരു നിമിഷം ഞാനും അല്പം പകച്ചു നിന്നു. ഉടനെ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രാർത്ഥന മുറിയുടെ വന്ന് നിന്ന് അവളെയും കൂട്ടി വയറിൽ കൈവച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ഒത്തിരി ഭയപ്പെട്ടുവെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു കേടും കൂടാതെ, യാതൊരു പ്രയാസങ്ങളും കൂടാതെ സുഖകരമായിട്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു. ഇതൊരു വലിയ അനുഭവമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും മക്കൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. മക്കൾ നാട്ടിലാണ്, അവർ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവരെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തു പോകണമെന്ന് വിളിച്ചു പറയുമ്പോൾ കൂട്ടുകാരുണ്ടെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ എപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തും, പരിശുദ്ധ അമ്മയുടെ കൂടെ പോകണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു വേണം പുറത്തു പോകാനെന്ന് അവരോട് ഞാൻ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അവരും അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥം യാചിക്കുന്നതിൽ ഒട്ടും മടി കൂടാതെ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി അമ്മയോട് യാചിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും ലഭിച്ചതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ പകർച്ചയിലാശ്വാസമേകാ, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. ഈശോ നമുക്ക് സ്വന്തം അമ്മയായി തന്ന പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു പടി കൂടി കൂടുതൽ സ്നേഹിക്കാം. ഈശോയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരായി മാറാം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.